വടകരയിലെ കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ആരംഭിച്ച സൈറ്റി ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യും. കേസിൽ ആദ്യം പ്രതിയായ MSF പ്രവർത്തകൻ CK കാസിമിന്റെയും മൊഴിയെടുക്കും. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തുന്നത് അതീവ ദുഷ്കരമെന്ന് അന്വേഷണ ചുമതലയുള്ള റൂറൽ SP T ഫറാഷ് പറഞ്ഞു. വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. വർഷ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്നുവന്ന വലിയ വിവാദമായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ആദ്യം ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണനെയാണ് ചോദ്യം ചെയ്തതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. മറ്റാരൊക്കെയാകും ഇനി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തുക? പ്രവിധ സൂചിപ്പിച്ച പോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ വിവാദമായ സംഭവമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട്. അതുമായി ബന്ധപ്പെട്ട് അന്ന് വടകര പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ആ അന്വേഷണം എവിടെയും എത്താതെ ഒരു അവസാനിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രധാനമായും ഇതിൽ ആദ്യമായി പ്രതി ചേർത്തത് MSF പ്രവർത്തകനെയായിരുന്നു. പിന്നീട് പ്രവർത്തകൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ആ ഹൈക്കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ആദ്യമായി ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള റിബേഷ് രാമകൃഷ്ണനാണെന്നുള്ള കണ്ടെത്തലുണ്ടായത്. തുടർന്ന് ആ രീതിയിലും അന്വേഷണം പോവുകയായിരുന്നു. എന്നാൽ പിന്നീട് അന്വേഷണം പുരോഗമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ല, നിർത്തിവെക്കുന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു. ശേഷം ഇതാ വീണ്ടും ഇപ്പോൾ സർക്കാർ രൂപീകരിച്ച SIT പ്രത്യേക അന്വേഷണ സംഘം ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് അതിന്റെ ആദ്യ യോഗം ചേർന്നിരുന്നു. വടകര SP ഓഫീസിലായിരുന്നു യോഗം. ഇതിന്റെ ഈ ഒരു SITയുടെ അന്വേഷണ ചുമതല എന്ന് പറയുന്നത് SP ആയിട്ടുള്ള കോഴിക്കോട് റൂറൽ SP T ഫറാഷിനാണ്. ഈ അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല ക്രൈംബ്രാഞ്ച് DYSP മനോഹരനാണ്. ഇവരെല്ലാമായിരുന്നു ഇന്ന് യോഗത്തിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ 7 അംഗ സംഘവും ഈ SITയിലെ 7 അംഗ സംഘവും ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തിരുന്നു. യോഗത്തിൽ പ്രധാനമായും മുൻകാല ഫയലുകളെല്ലാമാണ് പരിശോധിച്ചത്. അതോടൊപ്പം ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനയും നടത്തി. എന്തായാലും ഇനി എങ്ങനെയായിരിക്കും ഈ മുന്നോട്ടുള്ള അന്വേഷണം എന്നുള്ള കാര്യമാണ് പ്രധാനമായും യോഗത്തിൽ ചർച്ച ചെയ്തത്. എന്തായാലും ഈ ആദ്യമായി സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന റിബേഷ് രാമകൃഷ്ണനെ, DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണനെ ആയിരിക്കും ആദ്യം ചോദ്യം ചെയ്യുക. പിന്നീട് തുടർന്ന് ഈ MSF പ്രവർത്തകൻ മുഹമ്മദ് കാസിം അദ്ദേഹത്തെയും ചോദ്യം ചെയ്യും. അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്ന വിവരമാണ് SP എന്തായാലും പറയുന്നത്. അതേപോലെ തന്നെ നിരവധി ഫോണുകൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിനെല്ലാം ഫലം പൂർണ്ണമായി എത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടെ SP പറയുന്നുണ്ട്. നിലവിലെന്തായാലും അന്വേഷണം വേഗത്തിൽ കൊണ്ടുപോകാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വർഷയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.